ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 6ാം ക്ലാസ്സിലെ കൂട്ടുകാർക്ക് ഇന്ന് സാമൂഹ്യശാസ്ത്രം സോഷ്യൽ സയൻസ് ആയിരുന്നു പരീക്ഷയുണ്ടായിരുന്നത്. അപ്പോൾ എല്ലാവരും പരീക്ഷയൊക്കെ നന്നായി എഴുതി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ ഇന്ന് നടന്നിട്ടുണ്ടായിരുന്ന സോഷ്യൽ സയൻസിൻ്റെ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറും അതോടൊപ്പം തന്നെ അതിൻ്റെ ഉത്തരങ്ങളുമാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ആകെ 8 പ്രവർത്തനങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. അതിലാകെ 6 പ്രവർത്തനത്തിന് മാത്രം ഉത്തരം എഴുതിയാൽ മതി. അപ്പോൾ കൂട്ടുകാർ അങ്ങനെ എഴുതിയിരിക്കുമെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് ഓരോ പ്രവർത്തനങ്ങളായി നോക്കാം. പ്രവർത്തനം 1 നിരവധി രാജവംശങ്ങളുടെ വളർച്ചയ്ക്കും തകർച്ചയ്ക്കും സാക്ഷിയായ നഗരമാണ് ഡൽഹി. ചോദ്യം: മധ്യകാലഘട്ടത്തിൽ ഡൽഹി കേന്ദ്രമാക്കി ഭരണം നടത്തിയ ഭരണാധികാരികളുടെ സംഭാവനകളാണ് നൽകിയിരിക്കുന്നത്. താഴെ കൊടുത്തിരിക്കുന്നത് അവ നടപ്പിലാക്കിയ ഭരണാധികാരികൾക്കനുസരിച്ച് ക്രമീകരിച്ച് എഴുതുക. അപ്പോൾ എന്താണ് അവിടെ കൊടുത്തിരിക്കുന്നത് നമുക്ക് വായിച്ചു നോക്കാം. ഭരണം കാര്യക്ഷമമാക്കി തലസ്ഥാനം ഡൽഹിയിൽ നിന്ന് ദേവഗിരിയിലേക്ക് മാറ്റി. ഇബ്രാഹിം ലോധിയെ പരാജയപ്പെടുത്തി ഡൽഹി പിടിച്ചെടുത്തു. 1206 ഡൽഹി കേന്ദ്രമാക്കി ഭരണം ആരംഭിച്ചു. മുഗൾ സാമ്രാജ്യം ഏറ്റവും വിസ്തൃതി പ്രാപിച്ചു. ഇറാഖിൽ നിന്നും കുതിരകളെ ഇറക്കുമതി ചെയ്ത് സൈന്യത്തെ ശക്തിപ്പെടുത്തി. ഏകീകൃത നാണയ വ്യവസ്ഥ നടപ്പിലാക്കി. തങ്ക, ജീതൽ എന്നിവയായിരുന്നു നാണയങ്ങൾ. ഇനി ഭരണകർത്താക്കളാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. കുത്തുബുദ്ദീൻ ഐബക്ക്, ഇൽത്തുമിഷ്, അലാവുദ്ദീൻ ഖൽജി, മുഹമ്മദ് ബിൻ തുഗ്ലക്, ബാബർ, ഔറംഗസീബ്. അപ്പോൾ അങ്ങനെയുള്ള ഭരണാധികാരികളുടെ പേരുകൾ കൊടുത്തിട്ടുണ്ട്. ഇനി അവരുടെ സംഭാവനകളാണ് നമ്മോട് എഴുതാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ 2 അവിടെ എഴുതിയിട്ടുണ്ട്. അതായത് കുത്തുബുദ്ദീൻ ഐബക്കിൻ്റെ അവിടെ എഴുതിയിട്ടുണ്ട് 2006 ഡൽഹിയിൽ കേന്ദ്രമാക്കി ഭരണം ആരംഭിച്ചു. ഇനി അടുത്തത് ഇൽത്തുമിഷിൻ്റെ സംഭാവന എന്തായിരുന്നു എന്നാണ് അവിടെ എഴുതേണ്ടത്. അപ്പോൾ എന്തായിരുന്നു ഇൽത്തുമിഷിൻ്റെ സംഭാവനകൾ? ഏകീകൃത നാണയ വ്യവസ്ഥ നടപ്പിലാക്കി. തങ്ക, ജീതൽ എന്നിവയായിരുന്നു നാണയങ്ങൾ. അപ്പോൾ അതെഴുതാം. ഇനി അലാവുദ്ദീൻ ഖൽജിയുടെ എന്താണ് സംഭാവനകൾ? ഇറാഖിൽ നിന്നും കുതിരകളെ ഇറക്കുമതി ചെയ്ത് സൈന്യത്തെ ശക്തിപ്പെടുത്തി. 4ാമത്തേത് അവിടെ മുഹമ്മദ് ബിൻ തുഗ്ലക് ഭരണം കാര്യക്ഷമമായി തലസ്ഥാനം ഡൽഹിയിൽ നിന്ന് ദേവഗിരിയിലേക്ക് മാറ്റി. അതവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തത് ബാബർ എന്താണ് ചെയ്തിട്ടുള്ളത്? ഇബ്രാഹിം ലോധിയെ പരാജയപ്പെടുത്തി ഡൽഹി പിടിച്ചെടുത്തു. ലാസ്റ്റത്തെ ഔറംഗസീബ് മുഗൾ സാമ്രാജ്യം ഏറ്റവും വിസ്തൃതി പ്രാപിച്ചു. അപ്പോൾ ഇങ്ങനെയാണ് അത് കംപ്ലീറ്റ് ചെയ്യേണ്ടത്. ഇനി അടുത്ത ചോദ്യം എന്ന് പറയുന്നത് എന്താണ്? തന്നിരിക്കുന്നതിൽ ഡൽഹി അധികാരം കേന്ദ്രമാക്കാൻ സഹായിച്ച 3 ഭൂമിശാസ്ത്ര ഘടകങ്ങൾ ഉൾപ്പെടുത്തുന്നത് ഏത്? ഒന്നാമത് ആരവല്ലി പർവ്വത നിരകൾ, നർമ്മദ, താപ്തി, സിന്ധു, ഗംഗാ സമതലം. നർമ്മദ, താപ്തി, സിന്ധു, ഗംഗാ സമതലം, യമുന നദി. സിന്ധു, ഗംഗാ സമതലം, ആരവല്ലി പർവ്വത നിരകൾ, യമുന നദി, സിന്ധു, ഗംഗാ സമതലം, വിന്ധ്യ, സത്പുര. അപ്പോൾ ഇതിൽ എന്താണ് പറഞ്ഞിട്ടുള്ളത്? ഇവിടെ തന്നിരിക്കുന്നതിൽ ഡൽഹി അധികാര കേന്ദ്രമാക്കാൻ സഹായിച്ചിട്ടുള്ള 3 ഭൂമിശാസ്ത്ര ഘടകങ്ങൾ ഏതൊക്കെയാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഏതാണ് അതിൻ്റെ ഉത്തരം? ബി ചോദ്യം. അതായത് സിന്ധു, ഗംഗാ സമതലം, ആരവല്ലി പർവ്വത നിരകൾ, യമുന നദി. ഇതാണ് അതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത്. ഇനി പ്രവർത്തനം 2 വിവിധ കാലാവസ്ഥാ മേഖലകളുടെ സവിശേഷതകളുമായി ബന്ധപ്പെട്ട ചിത്രങ്ങളാണ് നൽകിയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ 4 ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഈ ചിത്രങ്ങൾ, അതായത് ചിത്രത്തിൽ 1 കൊടുത്തിട്ടുള്ളത് പിഗ്മികളാണ്. അതുപോലെ തന്നെ 2ാമത് കൊടുത്തിട്ടുള്ളത് മരുപ്പച്ചകളാണ്. അതുപോലെ 3ാമത്തെ ചിത്രം എന്ന് പറയുന്നത് ഇനിറ്റുകളാണ്. 4ാമത്തെ ചിത്രം എന്ന് പറയുന്നത് മധ്യരേഖ നിത്യഹരിത വനങ്ങളാണ്. അപ്പോൾ ഇങ്ങനെ 4 ചിത്രങ്ങളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ചോദ്യം എന്ന് പറയുന്നത് ചിത്രം വിശകലനം ചെയ്ത് ഇവയിൽ ഏതെങ്കിലും 2 കുറിപ്പ് തയ്യാറാക്കുക. അപ്പോൾ നിങ്ങൾ ഇത് പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇതിൽ ഏതെങ്കിലും 2 കുറിച്ചിട്ട് നിങ്ങളോട് കുറിപ്പ് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എന്തെഴുതാം? ആദ്യം നമ്മളിപ്പോൾ കുറിപ്പ് എഴുതുക. പിഗ്മികളെ കുറിച്ചിട്ടാണെങ്കിൽ നമുക്ക് എന്തെഴുതാവുന്നതാണ്? പിഗ്മികൾ ആഫ്രിക്കയിലെ ഗംഗോ നദീതടത്തിൽ അധിവസിക്കുന്നവരാണ്. ഉയരം കുറഞ്ഞ ശരീരം, പ്രകൃതവും ഇരുണ്ട നിറവുമാണ്. മുഖ്യ ഭക്ഷണം കസാവ് അഥവാ മരച്ചീനി ആയിരുന്നു. മാനിൻ്റെ തൂകലും ഇലകളുമായിരുന്നു വസ്ത്രം. മരച്ചില്ലകളും വലിയ ഇലകളും ഓലകളും കൊണ്ട് വൃത്താകൃതിയിലുള്ള വീട് നിർമ്മാണം. അങ്ങനെ നമുക്ക് എഴുതാവുന്നതാണ്. ഇനി നമുക്ക് എഴുതാം എന്ത്? മധ്യരേഖ നിത്യഹരിത വനങ്ങളെ കുറിച്ച് നമ്മൾ എഴുതുകയാണെങ്കിൽ എന്തൊക്കെ നമുക്ക് എഴുതാവുന്നതാണ്? മധ്യരേഖ കാലാവസ്ഥ മേഖലയിൽ സമൃദ്ധമായി മഴയും സൂര്യപ്രകാശവും ലഭിക്കുന്നതിനാൽ ഇവിടുത്തെ വനങ്ങളിലെ മരങ്ങൾ ഇല പൊഴികാറില്ല. അതിനാൽ ഈ വനങ്ങളിലെ മധ്യരേഖ നിത്യഹരിത വനങ്ങൾ എന്ന് വിളിക്കുന്നു. വനവിഭവ ശേഖരണം പ്രധാന ഉപജീവന മാർഗമാണ്. വൈവിധ്യപൂർണ്ണമാണ് ഇവിടുത്തെ സസ്യജന്തുജാലങ്ങൾ. ഇനി അതുപോലെ തന്നെ 3ാമത്തെ ചിത്രം എന്താണ്? മരുപ്പച്ചകളാണ്. അതിനെക്കുറിച്ച് നമ്മൾ എഴുതുകയാണെങ്കിൽ നമുക്ക് എന്തെഴുതാം? മരുഭൂമിയിലെ ജലലഭ്യതമായ പ്രദേശങ്ങൾ, അതുപോലെ തന്നെ ഒറ്റപ്പെട്ട് കാണുന്ന ഈ ജലാശയങ്ങളെ ചുറ്റിപ്പറ്റി സസ്യങ്ങളും ജന്തുജാലങ്ങളും ജനവാസ മേഖലകളും കൂടുതലായി കാണപ്പെടുന്നു.
ഇനി നമുക്ക് മറ്റ് ചിത്രം, അതായത് മറ്റേത് ഏതാണ് ചിത്രം, ഇനിയുട്ടുകളെ കുറിച്ചിട്ട് എഴുതുകയാണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? വടക്കേ അമേരിക്ക, യൂറോപ്പ്, ഏഷ്യ എന്നീ വൻകരകളിലെ വടക്ക് ഭാഗത്ത് സ്ഥിരമായി മഞ്ഞു മൂടിക്കിടക്കുന്ന പ്രദേശങ്ങളിൽ വസിക്കുന്നവരാണ് ഇനിയുട്ടുകൾ. വർഷത്തിൽ തുടർച്ചയായി 6 മാസക്കാലം ഇവർക്ക് പകലും തുടർന്ന് രാത്രിയുമാണ്. പ്രതികൂല കാലാവസ്ഥയും വിഭവങ്ങളുടെ അഭാവവും അതിജീവിച്ച് കഴിയുന്നവർ. മൃഗവേട്ടയും മത്സ്യബന്ധനവുമാണ് ജീവിതോപാധി. ഒരു പ്രദേശത്ത് സ്ഥിരമായി വസിക്കാറില്ല. തിമിംഗലത്തെയും എല്ലാ പരുക്കൻ കല്ലുകളും തൂകലും മറ്റും ഉപയോഗിച്ച് വീടുകൾ നിർമ്മിക്കുന്നു. അപ്പോൾ ഇങ്ങനെ നമുക്ക് എഴുതാവുന്നതാണ്. അപ്പോൾ ഇതിൽ ഏതെങ്കിലും 2 എണ്ണം നിങ്ങൾ എഴുതാനാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് നിങ്ങൾ എഴുതി എന്ന് വിചാരിക്കുന്നു. ഇനി അതിലെ ബി ചോദ്യമാണ്, നൽകിയിരിക്കുന്നവയിൽ കൂട്ടത്തിൽ പെടാത്ത ജോലി ഏത്? അപ്പോൾ ഏതാണ് കൂട്ടത്തിൽ പെടാത്തത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വായിച്ച് നോക്കാം. കാലഹാരി, പുഷ്കരൻ, മലേഷ്യ, ഒന്നാമങ്ങൽ, അറേബ്യൻ മരുഭൂമി, ബൈഡാന്യുകൾ, സഹാര, ട്വേക്ക്. ഇതിലേതാണ് ഉത്തരം? ഏതാണ്? മലേഷ്യ, സോമാങ്ങുകൾ ആണ് കൂട്ടത്തിൽ പെടാത്തത് എന്ന് പറയുന്നത്. പ്രവർത്തനം 3. ലോകത്തെ ഭൂരിഭാഗം രാജ്യങ്ങളും സ്വീകരിക്കുന്നത് ജനാധിപത്യ ഭരണക്രമമാണ്. ചോദ്യം, ജനാധിപത്യ ഗവൺമെന്റിന് യോജിച്ച പ്രസ്താവനകൾ തിരഞ്ഞെടുത്ത് എഴുതുക. അപ്പോൾ ഇതിൽ ഏതൊക്കെയാണ് ജനാധിപത്യ ഗവൺമെന്റിന്റെ പ്രസ്താവനയിൽ ഉള്ളത്? യോജിച്ച പ്രസ്താവനകൾ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്കത് വായിച്ചു നോക്കാം. ചോദ്യം എന്താണ്? ജനാഭിലാഷം മാനിക്കുന്നു, വ്യക്തി സ്വാതന്ത്ര്യം സംരക്ഷിക്കുന്നു, ജനങ്ങൾ ഭരണാധികാരിയോട് കടപ്പെട്ടിരിക്കുന്നു, ഭരണാധികാരികൾ ജനങ്ങളോട് കടപ്പെട്ടിരിക്കുന്നു, ഭരണാധികാരികളും ജനങ്ങളും ഒരേ നിയമത്തിന് വിധേയരാണ്, ഭരണാധികാരികളും ജനങ്ങളും വ്യത്യസ്ത നിയമത്തിന് വിധേയരാണ്. അപ്പോൾ ഇതിൽ എന്താണ് ജനാധിപത്യ ഗവൺമെന്റിന് യോജിച്ച പ്രസ്താവന ഏതൊക്കെയാണ്? ഉത്തരം നോക്കാം. ജനാഭിലാഷം മാനിക്കുന്നു, അതുപോലെ തന്നെ വ്യക്തി സ്വാതന്ത്ര്യം സംരക്ഷിക്കുന്നു, അതുപോലെ തന്നെ ഡി ഭരണാധികാരികൾ ജനങ്ങളോട് കടപ്പെട്ടിരിക്കുന്നു, അതുപോലെ തന്നെ ഇ ആണ് ഭരണാധികാരികളും ജനങ്ങളും ഒരേ നിയമത്തിൽ വിധേയരാണ്. അപ്പോൾ ഇങ്ങനെയാണ് അതിൽ യോജിച്ചത് എന്ന് പറയുന്നത്. ഇനി അതിലെ ബി ചോദ്യം നോക്കാം. മ്യാൻമറിൽ ഇപ്പോൾ നിലനിൽക്കുന്ന ഗവൺമെന്റിന്റെ രൂപം ഏത്? രാജവാഴ്ച, സുൽത്താൻ ഭരണം, പട്ടാള ഭരണം, ജനാധിപത്യ ഭരണം. ഏതാണ് ഉത്തരം? പട്ടാള ഭരണമാണ്. പ്രവർത്തനം 4. മധ്യകാല കേരളത്തിൽ പെരുമാക്കന്മാരുടെ ഭരണ തകർച്ചയെ തുടർന്ന് നാടുവാഴികൾ അധികാരത്തിലെത്തി. ചോദ്യം, മധ്യകാല കേരളത്തിലെ പെരുമാക്കന്മാരുടെ ഭരണത്തെ തുടർന്ന് വന്ന നാടുവാഴികളുടെ ഭരണത്തിലുണ്ടായ മാറ്റങ്ങൾ എന്തെല്ലാം? പെരുമാക്കന്മാർ, നാടുവാഴികൾ. അപ്പോൾ ഇതിൽ നാടുവാഴികളുടെ ഭരണത്തിൽ ഉണ്ടായിട്ടുള്ള മാറ്റങ്ങൾ ഒരെണ്ണം ഇവിടെ കൊടുത്തിട്ടുണ്ട്, ബാക്കി നമ്മളോട് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് പെരുമാക്കന്മാരുടെ നോക്കാം. CE 9-ാം നൂറ്റാണ്ടിൽ മഹോദയപുരം കേന്ദ്രമാക്കി രാജഭരണം. ഭരണാധികാരികൾ കുലശേഖരൻ എന്ന സ്ഥാനപ്പേര് സ്വീകരിച്ചു. ഇന്നത്തെ കേരളത്തിന്റെ ഭൂരിഭാഗം പ്രദേശങ്ങളും അന്ന് പെരുമാക്കന്മാരുടെ ഭരണത്തിന് കീഴിലായിരുന്നു. വടക്ക് കോലോത്തുനാട് മുതൽ തെക്ക് വേണാട് വരെ ഭരണം വ്യാപിച്ചിരുന്നു. ഇനി നാടുവാഴികൾ. CE 12-ാം നൂറ്റാണ്ടോടെ നാടുവാഴികൾ, അതായത് നാടുകളിൽ ഭരണം ആരംഭിച്ചു. ഈ ബാക്കി നമുക്ക് ഏതൊക്കെ പോയിന്റ്സ് എഴുതാവുന്നതാണ്? നാടുവാഴികൾക്ക് കീഴിലുള്ള പ്രദേശങ്ങൾ സ്വരൂപം എന്ന് അറിയപ്പെടുന്നു. അതുപോലെ തന്നെ കുടുംബത്തിലെ മൂത്ത അംഗം അധികാരം കൊയിലാധികാരികളായിരുന്നു. നാടുകൾ തമ്മിൽ സമ്പത്തും സൈനിക ശക്തിയും വ്യത്യാസമുണ്ടായിരുന്നു. ആധിപത്യത്തിന് നാടുവാഴികൾ പരസ്പരം പോരാടിയിരുന്നു. ഇത് എഴുതാവുന്നതാണ്. ഇനി ബി ചോദ്യം എന്ന് പറയുന്നത്, മധ്യകാല കേരളത്തിലെ അങ്ങാടികളെ കുറിച്ച് കുറിപ്പ് എഴുതുക. അങ്ങാടികളെ കുറിച്ചിട്ട് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എന്തെഴുതാം? ഗ്രാമങ്ങളിൽ ഉൽപ്പാദിപ്പിക്കുന്ന വിഭവങ്ങൾ അങ്ങാടിയിൽ കൊണ്ട് കൈമാറി. അങ്ങാടിയുടെ വളർച്ച പ്രാദേശിക കച്ചവടം ശക്തിപ്പെടുത്തി. അനന്തപുരം, കൊല്ലം, കൊച്ചി, കോഴിക്കോട്, പന്തലായനി തുടങ്ങിയവയാണ് അന്നത്തെ പ്രധാന അങ്ങാടികൾ. അപ്പോൾ ഇത് നമുക്ക് അങ്ങാടിയെ കുറിച്ച് എഴുതാവുന്നതാണ്. ഈ പ്രവർത്തനം 5. CE 5-ാം നൂറ്റാണ്ട് മുതൽ 15-ാം നൂറ്റാണ്ട് വരെയുള്ള കാലഘട്ടം ലോക ചരിത്രത്തിൽ മധ്യകാലം എന്നറിയപ്പെടുന്നു. ചോദ്യം, മധ്യകാല യൂറോപ്പിൽ വിവിധ മേഖലകളിലുണ്ടായ പുരോഗതി വ്യക്തമാക്കുന്ന ആശയഭൂപടം പൂർത്തിയാക്കും. അപ്പോൾ ഇവിടെ കുറച്ച് ഭാഗങ്ങൾ വിട്ടുപോയിട്ടുണ്ട്, അത് പൂർത്തിയാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. മധ്യകാല യൂറോപ്പ് നഗരങ്ങൾ, വസ്തുവിദ്യ, വിജ്ഞാനം. നഗരങ്ങളിൽ ഒന്നും കൊടുത്തിട്ടില്ല. അതിനുശേഷം സ്വന്തമായ ഭരണ സംവിധാനം ഉണ്ടായിരുന്നു. അപ്പോൾ തന്നെ വസ്തുവിദ്യ, കൂർത്ത ഗോപുരങ്ങൾ കാണപ്പെടുന്നു. ഗോതിക് ശൈലി നിലവിൽ വന്നു. വിജ്ഞാനത്തിന്റെ കേന്ദ്രങ്ങളായി നിരവധി സർവകലാശാലകൾ ഉണ്ടായി. അപ്പോൾ നമുക്കിവിടെ ഒന്നാമത്തെ അവിടെ കോളം, അവിടെ എന്താണ് എഴുതേണ്ടത്? ഒന്നാമതിൻ്റെ അവിടെ നമുക്ക് കച്ചവടത്തിൻ്റെ പ്രാധാന്യമുള്ള സ്ഥലങ്ങളും കരകൗശല വ്യവസ്ഥ കേന്ദ്രങ്ങളുമായ നഗരങ്ങളായി മാറിയത്. അതുപോലെ തന്നെ നമുക്ക് എഴുതാവുന്നതാണ്. ചുറ്റുമതിലുകളാൽ സംരക്ഷിക്കപ്പെട്ടു. അതൊക്കെ നമുക്ക് അവിടെ എഴുതാവുന്നതാണ്. ഇനി രണ്ടാമത്തേൻ്റെ അവിടെ നമുക്ക് എന്താ എഴുതാം? വാസ്തുവിദ്യയുടെ അവിടെ കമാനങ്ങളും വിശാലമായ മുറികളുമുള്ള റോമനസ്ക് ശൈലി നിലവിൽ വന്നു. ഇനി വിജ്ഞാനത്തിൻ്റെ അവിടെ നമുക്ക് എന്തെഴുതാം? ക്രിസ്ത്യൻ പള്ളികളും സന്യാസി മഠങ്ങളും വിദ്യാഭ്യാസത്തിൻ്റെ കേന്ദ്രങ്ങളായിരുന്നു. അങ്ങനെ നമുക്ക് എഴുതാവുന്നതാണ്.
ഇനി ബി ചോദ്യം എന്ന് പറയുന്നത് മധ്യകാല ഇന്ത്യയിൽ ചൈനക്കാർ നൽകിയ സംഭാവനകൾ ഉൾപ്പെടുത്തി കുറിപ്പ് തയ്യാറാക്കുക. എന്താണ് ചൈനക്കാരുടെ സംഭാവനകളെ കുറിച്ചിട്ട് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എന്തൊക്കെയാണ് സംഭാവനകൾ? അച്ചടി യന്ത്രം, വെടിമരുന്ന്, കടൽ യാത്രകളിൽ നിന്ന് ദിശ മനസ്സിലാക്കാൻ സഹായിക്കുന്ന വടക്കുനോക്കി യന്ത്രം, അച്ചടി വിദ്യ വിജ്ഞാനത്തിൻ്റെ വളർച്ചയെ സഹായിച്ചു. അതുപോലെ തന്നെ പഗോഡകൾ നിർമ്മാണ വൈഭവത്തെ തെളിവുകളുമാണ്. അപ്പോൾ ഇതൊക്കെ നമുക്ക് അവിടെ എഴുതാവുന്നതാണ് ചൈനക്കാരുടെ സംഭാവനയുടെ അവിടെ. അപ്പോൾ ഇങ്ങനെയാണ് ഈ പ്രവർത്തനം പൂർത്തീകരിക്കേണ്ടത്. ഇനി നമുക്ക് അടുത്ത പ്രവർത്തനം നോക്കാം. പ്രവർത്തനം 6 കടമകളില്ലാതെ അവകാശങ്ങൾ നിലനിൽക്കുകയില്ല. എ ചോദ്യം അവകാശങ്ങളും കടമകളും പരസ്പരം ബന്ധപ്പെടുത്തി തന്നിരിക്കുന്നവ പൂർത്തിയാക്കുക. അവകാശങ്ങൾ, കടമകൾ. അപ്പോൾ എന്താണ് അവിടെ എഴുതിയിട്ടുള്ളത്? കുറച്ച് ഭാഗങ്ങൾ വിട്ടുപോയിട്ടുണ്ട്. അവിടെ നമ്മൾ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അവകാശങ്ങൾ, കുട്ടി എന്ന നിലയിൽ സംരക്ഷണം എൻ്റെ അവകാശമാണ്. അപ്പോൾ കടമകളുടെ അവിടെ എന്താണ് എഴുതേണ്ടത്? എൻ്റെ സംരക്ഷിക്കുക മാതാപിതാക്കളുടെ കടമയാണ്. അതുപോലെ തന്നെ അടുത്തത് എന്താണ്? കടമകളുടെ അവിടെ വാർദ്ധക്യത്തിൽ മാതാപിതാക്കളെ സംരക്ഷിക്കുക എൻ്റെ കടമ. അപ്പോൾ നമുക്ക് അവകാശങ്ങളുടെ അവിടെ എന്താണ് എഴുതേണ്ടത്? വാർദ്ധക്യത്തിൽ സംരക്ഷണം മാതാപിതാക്കളുടെ അവകാശം. അതുപോലെ തന്നെ മൂന്നാമത്തേതിൻ്റെ അവിടെ പഠിക്കാൻ എനിക്ക് അവകാശമുണ്ട്. കടമകളുടെ അവിടെ എന്ത് എഴുതണം? പഠിക്കുക എന്നത് എൻ്റെ കടമ. അങ്ങനെ നമുക്ക് എഴുതാവുന്നതാണ്. ഈ ബി ചോദ്യം കുട്ടികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും രൂപീകരിച്ചിട്ടുള്ള പ്രധാന കമ്മീഷനുകൾ ഏതെല്ലാമാണ്? ദേശീയ ബാലാവകാശ കമ്മീഷൻ, സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ. ഇനി പ്രവർത്തനം 7 ഗ്രാമനഗര സമൂഹങ്ങളുടെ സവിശേഷതകൾ വ്യത്യസ്തമാണ്. എ ചോദ്യം നൽകിയിരിക്കുന്ന സൂചനകളെ അടിസ്ഥാനമാക്കി ഗ്രാമസമൂഹവും നഗരസമൂഹവും താരതമ്യം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക. സൂചനകൾ ജീവിത രീതി, തൊഴിൽ, അയൽപക്ക ബന്ധങ്ങൾ, വേഷവിധാനം ഇവയൊക്കെ എന്താണ്? ഗ്രാമസമൂഹവും നഗരസമൂഹവും തമ്മിലുള്ള താരതമ്യ കുറിപ്പ്, അതായത് രണ്ടും തമ്മിലുള്ള വ്യത്യാസത്തെ കുറിച്ചിട്ടാണ് എഴുതേണ്ടത്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? ഗ്രാമങ്ങളിലെ ജീവിത രീതികൾ സങ്കീർണമല്ല, എന്നാൽ നഗരങ്ങളിലേത് സങ്കീർണമായ ജീവിത രീതികളാണ്. കൃഷിയും അനുബന്ധ തൊഴിലുകൾ ാണ് ഗ്രാമങ്ങളിലെങ്കിൽ വ്യവസായത്തോടും വ്യാപാരത്തോടും ബന്ധപ്പെട്ട തൊഴിലുകളാണ് നഗരങ്ങളിലേത്. ഗ്രാമപ്രദേശങ്ങളിൽ ജീവിക്കുന്നവർക്ക് പരസ്പരം അടുത്തറിയാം, അവർ തമ്മിൽ നല്ല അടുപ്പവും ഉണ്ടായിരിക്കും. എന്നാൽ നഗരങ്ങളിൽ അയൽപക്ക ബന്ധങ്ങൾ കുറവാണ്. ഗ്രാമീണരുടെ വേഷം ലളിതമായിരിക്കും. ഫാഷനുകൾക്ക് അനുസരിച്ചുള്ള വേഷവിധാനമാണ് നഗരങ്ങളിലേത്. ഇനി അതിലെ ബി ചോദ്യം ഗോത്ര സമൂഹങ്ങൾ ഒരുമിച്ച് താമസിക്കുന്ന സ്ഥലം ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഏത് പേരിലാണ്? ഊര്. ഉത്തരം ഊര്. ഇനി പ്രവർത്തനം 8 അവസാനത്തെ പ്രവർത്തനമാണ്. പ്രകൃതിയിൽ കാണുന്നതും മനുഷ്യന് ഉപയോഗപ്രദവുമായ വസ്തുക്കളാണ് വിഭവങ്ങൾ. എ ചോദ്യം നൽകിയിരിക്കുന്ന വിഭവങ്ങളെ ഉപയോഗിക്കുന്നതിനനുസരിച്ച് തീരുന്നവ അല്ലാത്തവ എന്ന ക്രമത്തിൽ പട്ടികപ്പെടുത്തുക. ഉപയോഗത്തിനനുസരിച്ച് തീരുന്നവ വിഭവങ്ങൾ, ഉപയോഗത്തിനനുസരിച്ച് തീരാത്ത വിഭവങ്ങൾ. അപ്പോൾ ഇത് രണ്ടും കൂടിയിട്ട് അവിടെ കുറച്ച് വിഭവങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഏതൊക്കെയാണ്? ജലം, സൂര്യപ്രകാശം, പ്രകൃതിവാതകം, പെട്രോളിയം, കൽക്കരി, കാറ്റ്. ഇതിൽ ഏതൊക്കെയാണ് തീരുന്നത്, അതുപോലെ തന്നെ ഏതൊക്കെയാണ് തീരാത്തത് എന്നാണ് എഴുതാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഉപയോഗത്തിനനുസരിച്ച് തീരുന്ന വിഭവങ്ങൾ ഏതൊക്കെയാണ്? പ്രകൃതിവാതകം, പെട്രോളിയം, കൽക്കരി. ഇനി ഉപയോഗത്തിനനുസരിച്ച് തീരാത്ത വിഭവങ്ങൾ ഏതൊക്കെയാണ്? ജലം, കാറ്റ്, സൂര്യപ്രകാശം. ഇനി ബി ചോദ്യം എന്ന് പറയുന്നത് എന്താണ് വിഭവ ശോഷണം? എന്താണ്? ഉത്തരം അനിയന്ത്രിതമായ ഉപയോഗം മൂലം വിഭവങ്ങളുടെ അളവിലും ഗുണത്തിലും ഉണ്ടാകുന്ന കുറവാണ് വിഭവ ശോഷണം. അപ്പോൾ ഇത്രയും പ്രവർത്തനങ്ങളായിരുന്നു ഇന്നത്തെ എക്സാമിന് ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.